എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നു. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ആ സ്ഫടിക വസ്തു ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ടോ? ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് വസ്തുതകളും മനസ്സിൽ നിറച്ച് വെച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ ജീവന് തുല്യം നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെന്നും ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന്. നിങ്ങളല്ലാതെ ആരെങ്കിലും ആ വ്യക്തി സ്നേഹിച്ചാൽ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്. ആ വ്യക്തിയല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കാനോ മറ്റാരെങ്കിലും അറിയാനോ മറ്റാരെങ്കിലും ഉൾക്കൊള്ളാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല. ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്, സ്നേഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളല്ലാതെ ആ വ്യക്തി സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ കരിയറും ആ വ്യക്തിയുടെ ചില ഇഷ്ടങ്ങളും മാത്രമാണ്. അത് വ്യക്തിപരമായ ഇഷ്ടമല്ല. കാലത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തെയും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില സംവിധാനങ്ങളെയും ആ വ്യക്തി കൂടുതൽ സ്നേഹിക്കുന്നു. ആ വ്യക്തി പഴയ കാലഘട്ടങ്ങളെയും പഴയ ശീലങ്ങളെയും ആ വ്യക്തിയുടെ തന്നെ ജീവിതത്തിലുണ്ടായ പഴയ പല കാര്യങ്ങളെയും ഇന്നുള്ള പല സംഗതികളേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തി ഇഷ്ടപ്പെട്ട മേഖലയിലെ ചില പഴമകൾ, ആ കാലഘട്ടത്തെ ചില നിരീക്ഷണങ്ങൾ, അതിനെയൊക്കെ ആ വ്യക്തി ധാരാളമായി ഇഷ്ടപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട വ്യക്തികളോട് കൂടുതൽ അടുപ്പം ആ വ്യക്തി കാണിക്കുന്നുണ്ട്. എന്നല്ലാതെ ആ വ്യക്തി മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നത് നിങ്ങളെ മാത്രമാണ്. നിങ്ങളെ അല്ലാതെ മറ്റൊരാളെയും മനസ്സ് തുറന്ന് ഇത്ര സ്നേഹിക്കാൻ ആ വ്യക്തി കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും അതേപ്പറ്റിയുള്ള ചിന്തകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് പാത്രമായതാണ് ആ വ്യക്തിയുടെ ജീവിതം. ആ വ്യക്തിക്ക് ജീവിതത്തിൽ നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ യഥാർത്ഥത്തിൽ കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയും ആ വ്യക്തിയുടെ ജീവിതത്തിലെ നിഗമനങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള പല ഘടകങ്ങളും നിങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. നിങ്ങളല്ലാത്ത ഒരാൾക്കും അതിനെക്കുറിച്ച് അറിയുവാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ പോലും കഴിയില്ല. ആ വ്യക്തിയുടെ മനസ്സിലെ അപ്പോൾ ഉണ്ടാകുന്ന ചിന്തകളെക്കുറിച്ചും ആ വ്യക്തിയുടെ മനസ്സിൽ ലോകത്ത് ആരോടും പറയാതെ ആ വ്യക്തി സൂക്ഷിച്ചു വച്ച പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഒരറിവും ലഭിക്കുകയില്ല. ആ വ്യക്തി നിങ്ങളല്ലാതെ ആരെങ്കിലും സ്നേഹിച്ചാൽ തന്നെ അതിനൊരു ശാശ്വതമായൊരു കാര്യം ഉണ്ടാകുകയുമില്ല. അത് ആ വ്യക്തി കൃത്യമായിട്ടറിയാം. വ്യക്തി നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. നിങ്ങളല്ലാതെ ആരെയും ഉൾക്കൊള്ളാനോ ഒന്നും ആ വ്യക്തി കഴിയില്ല. പക്ഷേ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് ചിലരുമായി അടുത്ത് ആ വ്യക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചില താല്പര്യങ്ങളും ആ വ്യക്തിക്കുണ്ടാകും. അതിൻ്റെ അപ്പുറത്തേക്കൊരു ബന്ധവും നിങ്ങളല്ലാതെ മറ്റാരുമായ ആ വ്യക്തിക്ക് ഒരിക്കലും മരണം വരെ ഉണ്ടാകുകയുമില്ല. അടുത്തതായി ആന പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്. ആർക്കു മുമ്പിലും മിരുങ്ങാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അല്ലാതെ ആരെങ്കിലും സ്നേഹിക്കുകയോ നിങ്ങളെ അല്ലാതെ ആരെങ്കിലും ഇഷ്ടപ്പെടുകയോ ചെയ്യില്ല. നിങ്ങളെ അല്ലാതെ മറ്റാരെയെങ്കിലും സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ ആ വ്യക്തിക്ക് കഴിയുകയുമില്ല. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളിലും
അകപ്പെട്ട് പോയൊരു ജീവിതമാണ് ആ വ്യക്തിയുടേത്. ആ വ്യക്തിയെ നിങ്ങളല്ലാതെ ഇതുവരെ ആരും മനസ്സിലാക്കാനും തയ്യാറായിട്ടില്ല. നിങ്ങളല്ലാതെ മറ്റാർക്കും ആ വ്യക്തിയെ മനസ്സിലാക്കാനും കഴിയുകയുമില്ല. അത്രത്തോളം നല്ല ഹൃദയത്തിൻ്റെ ഉടമ തന്നെയാണ് ആ വ്യക്തി. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ച് ജീവിതത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ജീവിതത്തിൻ്റെ ഓരോ മേഖലയെക്കുറിച്ചും കൃത്യമായി അറിയാം. പക്ഷേ മര്യാദയും നന്മയുമുള്ളൊരു വ്യക്തിയുമാണ്. പക്ഷേ ആരെങ്കിലും മര്യാദകേട് കാണിക്കുകയോ വിശ്വാസവഞ്ചന ചെയ്യുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് അത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിശ്വാസവഞ്ചനയ്ക്കോ അധാർമികതയ്ക്കോ ഒരു സ്ഥാനവുമില്ല. എന്തൊക്കെ സുഖങ്ങൾ ലഭിച്ചാലും എന്തൊക്കെ നന്മകൾ ലഭിച്ചാലും നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും ഉൾക്കൊള്ളാനോ ആ വ്യക്തിക്ക് കഴിയില്ല. ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. പല ആളുകളും ആ വ്യക്തിയെ പാട്ടിലാക്കാനും ആ വ്യക്തിയെ വളച്ചെടുക്കാനും മെരുക്കിയെടുക്കാനൊക്കെ ആയിട്ട് വന്നു. പക്ഷേ അങ്ങനെ വന്നവർക്ക് പരാജയം സംഭവിച്ചു പോയതല്ലാതെ ആ വ്യക്തിയുടെ മനസ്സ് കീഴടക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. നിങ്ങളല്ലാതെ ഒരാൾക്കും അതിന് കഴിയാത്തത് നന്മയുള്ള സ്നേഹത്തെ മാത്രം ഉൾക്കൊള്ളാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് ആളുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതും ഒരുമിച്ച് ജീവിതത്തിൽ നേട്ടം ഉണ്ടാകുന്നതിനെ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് തരത്തിലുള്ള കിംവദന്തികളും വലിയ പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതലേ നടത്തുന്നുണ്ട്. പക്ഷേ ആ വ്യക്തിയുടെയും നിങ്ങളുടെയും മനസ്സിൻ്റെ വിശാലത കൊണ്ടും മനസ്സിൻ്റെ നന്മ കൊണ്ടും ഒന്നും തകരാതെയും തകർന്നു പോകാതെയും നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ളതാണ്. മെരുക്കിയെടുക്കാൻ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും ആ വ്യക്തിയെ സമീപിച്ചവർക്ക് പോലും പിന്നീട് നഷ്ടമാണ് ഉണ്ടായത്. കാരണം അത്തരം ഒരു അധാർമികതയ്ക്കൊന്നും കൂട്ടുനിൽക്കുന്നൊരു വ്യക്തിയല്ല ആ വ്യക്തി. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് സമാധാനപരമായ ഒരു ജീവിതം ജീവിച്ച് മുന്നേറാൻ മാത്രമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ നന്മയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു കാര്യത്തിലും എന്തെങ്കിലും വിജയമുണ്ടാകുന്നതിനേക്കാളുപരി നിങ്ങൾ ആ കാര്യത്തിൽ വിജയിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതുന്നത് പോലും തെറ്റാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.